ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കും. അപ്പോഴവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവേ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രത്യേക വിശുദ്ധ വേദപുസ്തകത്തെ വായിക്കുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇവിടെ പ്രവാചകനെ ദൈവം ഒരു അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാകുന്നു ചെയ്യുന്നത്. ക്രിസ്തുവിന് മുൻപ് BC 620 ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ വളരെ അരാജകത്വമായ ആ അവസ്ഥയിൽ അവരെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്നപ്പോൾ ആ സന്ദർഭങ്ങളിൽ ദൈവം യെഹെസ്കേലിന് കൊടുത്ത അരുളപ്പാടുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഇവിടെ ദൈവം യെഹെസ്കേലിനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം. ആ താഴ്വരയിലേക്ക് നോക്കുമ്പോൾ ചത്ത ഉണങ്ങിയ അസ്ഥികളല്ലാതെ അവിടെ മറ്റൊന്നും കാണുവാൻ കഴിയത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മളെ ആത്മപ്രവേശത്തിൽ അല്ലെങ്കിൽ ദൈവം ഇപ്രകാരം ഒരു അവസ്ഥയിലേക്ക്, ഒരു അസ്ഥികൾ നിറഞ്ഞ ഒരു കൂമ്പാരത്തിലേക്ക് ഇങ്ങനെ ദൈവം നമ്മളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ അവസ്ഥ എന്തായിരിക്കും? വളരെ അരാജകത്വം നിറഞ്ഞ ഒരു കാര്യമായിരിക്കാം അത്. ചിലപ്പോൾ അവിടെ ദുർഗന്ധം വമിച്ചേക്കാം. നമുക്കറിയാം, എല്ലുപൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തുമാത്രം സ്മെല്ലാണ് അതിനുള്ളത്. വളരെ വളരെ ദുർഗന്ധമാണ് ആ ഭാഗം. അപ്പോൾ ഈ താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. താഴ്വരയുടെ അവസ്ഥ, ഈ ഇസ്രായേൽ മക്കളെ ദൈവം നോക്കുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ അവസ്ഥ ദൈവം കാണുമ്പോൾ, അവർ ചത്ത ഉണങ്ങിയ അസ്ഥി കൂടങ്ങളെ ദൈവം കാണുകയാണ്. അവരൊരു പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയില്ല എങ്കിലും ദൈവം അവരെ നോക്കുമ്പോൾ അവർ ഉണങ്ങിയ അസ്ഥി കൂട്ടങ്ങളെ പോലെ ദൈവം കാണുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. എങ്ങനെയുള്ളവരായിരുന്നു ഇസ്രായേൽ മക്കൾ? 613 ന്യായപ്രമാണങ്ങളുള്ളവർ, 7 ഉത്സവങ്ങളുള്ളവർ, 7 രാജാക്കന്മാര്, 31 ജാതീയരായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിയവർ, അമ്പര ചുംബിയായ എരിഹോ മതിലിനെ ജയിച്ചവർ, അതുപോലെ തന്നെ അനാഥ്യ മല്ലന്മാരെ ഓടിച്ച് ഹെബ്രോന്മാരെ അവകാശമാക്കിയവർ. ഇപ്രകാരമുള്ള ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയാണ് നാം ഇവിടെ ദൈവം നോക്കുമ്പോൾ കാണുന്നത്. അവർ ചത്ത അസ്ഥികൂടങ്ങളായിട്ട് കാണപ്പെടുന്നത്. ദൈവമക്കളെ, ഇങ്ങനെ പർവ്വത സമാനമായ ഈ വിശേഷതകൾ അവർക്കുണ്ടായതുകൊണ്ട് മറ്റ് ജാതികൾ ഇവരുടെ ദൈവം ഒരു പർവ്വത ദേവനാണെന്ന് പോലും പറയത്തക്ക രീതിയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. നമുക്ക് വായിക്കാൻ പോകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവനാകുന്നു. ദൈവമക്കളെ, ഇവിടെ അരാം രാജാവിന്റെ സൈന്യത്തിലുള്ളവർ ചെന്ന് പറയുകയാണ്, യഹോവ എന്ന് പറയുന്നത് പർവ്വത ദേവനാണ്, അതുകൊണ്ട് നമുക്ക് അവരെ സമഭൂമിയിലൂടെ ചെന്ന് അവരെ തോൽപ്പിച്ച് കളയാം എന്ന് പറഞ്ഞ് സമഭൂമിയിലൂടെ അവരെ ആക്രമിക്കാൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്രകാരം വളരെ പർവ്വത സമാനമായ അനുഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് ശത്രുക്കൾ പോലും പറയുന്നു, അവരുടെ ദൈവൻ പർവ്വത ദേവനാണ്. നമ്മുടെ ദൈവം പർവ്വത ദൈവം മാത്രമല്ല, ഏതെങ്കിലും ഒരു ദിക്കിന്റെ ദൈവൻ മാത്രമല്ല, അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. എന്ത് സംഭവിച്ചു എന്നറിയാമോ? താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ സമഭൂമി വഴിയായി കടന്നു വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവം എന്ത് ചെയ്തു? അവനെ ആ ബെൻഹദദിനെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ കീഴടക്കുവാൻ ഇടയായി തീർന്നു.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം മഹത്വരമായ ഒരു ദൈവമാണ്. നാം ആരാധിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല. നാം ആരാധിക്കുന്ന ദൈവം ഏതെങ്കിലും ദിക്കുകളുടെ ദേവനല്ല. നാം ആരാധിക്കുന്ന ദൈവം ഏതെങ്കിലും പർവ്വത ദൈവനല്ല. നാം ആരാധിക്കുന്ന ദൈവം ഏതെങ്കിലും നദികളുടെ ദൈവനല്ല. നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പർവ്വത സമാനമായ പല കാര്യങ്ങളും ഇസ്രായേൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേൽ അതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ലോസ്റ്റ് ഓൾ ദോസ് ഗ്ലോറിയസ് എക്സ്പീരിയൻസസ് ഫ്രം ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ നിന്ന് മഹത്വപൂർണമായ എല്ലാ കാര്യങ്ങളും അവർ നഷ്ടപ്പെട്ട് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ അവസ്ഥയിൽ ഇസ്രായേലിനെ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നാമും അനുഗ്രഹപൂർണമായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ശാപത്തിൽ കഴിയുവാനോ ലോകത്തിൽ കഴിയുവാനോ ഈ ലോകത്തിൽ നിന്ദകൾ അനുഭവിച്ച് കഴിയുവാനോ ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇസ്രായേൽ ജനം ഇങ്ങനെ ചത്ത അസ്ഥികൂടങ്ങൾ പോലെ ആയിരിക്കുവാൻ ദൈവത്തിന് മനസ്സില്ല. പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ടുള്ളൂ. നാം അവിടെ താഴോട്ട് വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അവിടെ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥി, അവിടെ ഒരു ചോദ്യമാണ് ദൈവം ചോദിക്കുന്നത്. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് ഈ സായങ്കാല സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കണ്ടിട്ട് ദൈവം ചോദിക്കുന്നു, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ ഈ അവസ്ഥകൾക്ക് ഒരു വിടുതൽ ഉണ്ടാകുമോ? ഈ ചത്ത അസ്ഥി കൂട്ടങ്ങളെ കണ്ടിട്ട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ ഉത്തരം പറയുന്നുണ്ട്. അതിന് ഞാൻ യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ പ്രവാചകൻ പറയുന്നത്, നിനക്ക് ഈ അസ്ഥികൾ ജീവിക്കുമെന്നുള്ള ഉത്തരമല്ല പറയുന്നത്, നീ എന്ത് ചെയ്യുന്നു? അറിയുന്നു. സകലവും അറിയുന്നു, നിനക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുതും വലുതുമായി എല്ലാ കാര്യങ്ങളെയും അറിയാവുന്നവന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. കേവലം നമ്മുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം തരുന്ന അതിന് മാത്രമല്ല ദൈവത്തിന് കഴിവുള്ളത്. നമ്മെ നന്നായി അറിയുന്ന ദൈവം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്കാണ്. പക്ഷെ നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടോ നമുക്കറിയാൻ പറ്റും. നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മളെ കുറിച്ച് അറിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് രാത്രികാലമായിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പോൾ അത്ര അപ്രമാദിത്യമുള്ള ഒരു ദൈവം അപ്പോൾ ദൈവം പ്രവാചകനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ പ്രവാചകൻ പറയുന്നു, എന്താണ്? ഇത് പറയുമ്പോൾ തന്നെ ദൈവം പ്രവാചകനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഈ അസ്ഥികളോട് പ്രവചിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും ദൈവം ചിലരെ അസ്ഥികളെ നോക്കി പ്രവചിക്കാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ. നീതിയുടെ തലയ്ക്കൽ അസ്ഥി കൂട്ടം പോലെ ഇരിക്കുന്ന ജനങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ ഇങ്ങനെയുള്ള അസ്ഥി കൂട്ടങ്ങളെ കണ്ടിട്ട് പ്രാർത്ഥിക്കുവാൻ. ദൈവം പ്രവചന ശുശ്രൂഷയും അതുപോലെയുള്ള ഗിഫ്റ്റുകളും കൊടുത്തവർക്ക് അസ്ഥികളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ഇത് അന്ത്യനാളാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾക്ക് ദൈവം തരുന്ന പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. അത് നമ്മുടെ കഴിവുകൾ പ്രസക്തിയില്ല. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം, അതിനകത്ത് ഗവേഷണം ചെയ്യണം, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ വെതർ ഫോർകാസ്റ്റ് ചെയ്യും, നാളെ മഴ പെയ്യുമോ മഴ പെയ്യത്തില്ലയോ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. കാലത്തെ കുറിച്ചും അതിന്റെ ആ കാറ്റിന്റെ ഗതിയെക്കുറിച്ചും അന്തരീക്ഷത്തെ കുറിച്ചും ഒക്കെ അറിയുന്ന ഒരു അറിവ് അവന് ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ, അത് മാത്രമല്ല അവന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നാളെ മഴ പെയ്യുമോ മഴ പെയ്യത്തില്ലയോ എന്ന് അവന് കൃത്യമായി പ്രവചിക്കാൻ അറിയത്തുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ഈ പ്രവചനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കഴിവിന്റെ ഒരാവശ്യവുമില്ല. ദൈവം നമുക്ക് തരുന്നതാണ്, ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ കാറ്റിനോട് പ്രവചിക്കുക. ഈ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് പറയുന്നത്? അവൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ
അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ 7-ാം വാക്യത്തിലേക്ക് ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. മതി. അവർ ഒരു വലിയ മുഴക്കം കേൾക്കുവാനിടയായി തീർന്നു. ആ പ്രവചനത്തിന്റെ ശബ്ദത്തിങ്കൽ ഒരു വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കാൻ പോവുകയാണ്. അത് സാധാരണ കാര്യമല്ല അവിടെ നടക്കാൻ പോകുന്നത്. ഒരു പനി മാറുന്നതോ അല്ലെങ്കിൽ ഒരു തലവേദന മാറുന്നതോ പോലെയുള്ള ഒരു അനുഭവം അല്ല അവിടെ വരാൻ പോകുന്നത്. ഒരു ഭയങ്കരമായ ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നത്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. 7-ാം വാക്യം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഈ അസ്ഥിയോട് ചേർന്ന് അസ്ഥിയോട് ചേരുകയാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. നുറുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള അസ്ഥികൾ, ഈ ഒരു അസ്ഥി കൂമ്പാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ബന്ധം വേർപെട്ട് പലയിടത്ത് കിടക്കുന്ന അസ്ഥികളാണ്. പ്രിയ ദൈവമക്കളെ, ആ ഒരൊറ്റ പ്രവചനത്തിൽ ഹല്ലേലൂയ അസ്ഥിയോട് ചേരുവാനിടയായി തീർന്നു. അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുവാനിടയായി. ഓരോ അസ്ഥികളും അതിന്റെ സ്ഥലത്ത് കൃത്യമായി വന്നു ചേരുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, അതിന്റെ അസ്ഥിയോട് ചേരുക മാത്രമല്ല, താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മാംസവും ഞരമ്പും കടന്നു വരുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കുമ്പോൾ, മാനുഷികമായി നോക്കിയാൽ, ബുദ്ധി കൊണ്ട് നോക്കിയാൽ, ഒരു നരമ്പും ഒരു ത്വക്കും ഒരു മാംസവും അവസ്ഥയായിരിക്കും ഒരു പക്ഷെ നിന്റെ മുമ്പിൽ ഉള്ളത്. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ ഇതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ ജീവിതത്തിൽ കാണുന്ന പരാജയങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു ക്ഷണം മതി, ഒരു നിമിഷം മതി. ആ പ്രവചനത്തിന്റെ മുഴക്കത്തിൽ മാറി മാറി കിടന്നിരുന്നതായ അസ്ഥികൾക്ക് ഒരുമിക്കുവാൻ ഇടയായി തീർന്നു. ആ ത്വക്കും നരമ്പോടെ വന്നു ചേരുവാൻ ഇടയായി തീർന്നു. മാംസം വന്ന് ഒതുകുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രകാരമുള്ള അവസ്ഥകൾ അവിടെ കടന്നു വന്നു. ഇനി നാം കടന്നു നോക്കുമ്പോൾ 37-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇതെല്ലാം കടന്നു വന്നു എങ്കിലും എന്തില്ലായിരുന്നു? അതിന് ജീവനില്ലായിരുന്നു. അസ്ഥിയോട് ചേർന്നു, മാംസം വന്നു, നരമ്പ് വന്നു, അതിനെ പൊതിഞ്ഞുകൊണ്ട് ത്വക്ക് വന്നു. പക്ഷെ എങ്കിലും എന്തില്ല? ശ്വാസമില്ലായിരുന്നു, ജീവനില്ല. താഴോട്ടുള്ള വാക്കിൽ നാം നോക്കുമ്പോൾ ആ ജീവൻ വന്നതിന് ശേഷം അവർ മഹാസൈന്യമായി മാറാൻ പോവുകയാണ്. അപ്പൊ ഇനി അതിന്റെ 9-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 9-ാം വാക്യം. മതി. ശ്വാസമേ, നീ കടന്നു വന്ന് 4 ഭാഗത്തു നിന്നും കടന്നു വന്ന് ഈ ലിഹതന്മാർ ജീവിക്കണം, ഈ പട്ടുപോയവർ ജീവിക്കണം. അപ്പൊ യഹോവയുടെ ശ്വാസം എന്ത് വേണം? അതിലേക്ക് കടന്നു വരണം. എന്തിനു വേണ്ടിയാ? ആ അസ്ഥികൂട്ടങ്ങളായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ജീവനില്ലാതെ കിടക്കുന്ന ജീവൻ പ്രാപിക്കാനായിട്ട് എന്ത് വേണം? യഹോവയുടെ ശ്വാസം വേണം. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ശ്വാസമില്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്? കൊറോണയുടെയൊക്കെ സമയത്ത് എനിക്കും ഈ കൊറോണ ഭയങ്കരമായിട്ട് വന്നിട്ട് ശ്വാസം കിട്ടാത്ത അനുഭവങ്ങളൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ശ്വാസത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയത്. ചില രാത്രികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാണുമോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന ശ്വാസം കിട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ദിനരാത്രങ്ങളുണ്ട്. അപ്പോൾ നാം ജീവിച്ചിരിക്കേണ്ടതിന് എന്ത് വേണം? ശ്വാസം അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഈ ശ്വാസം കടന്നു വരുവാനായിട്ട് കാറ്റുകളോട് പ്രവചിക്കാൻ പറയുന്നു. അപ്പൊ 4 ഭാഗത്ത് നിന്നും കാറ്റ് ജീവിക്കേണ്ടതിനെ അവരുടെ മേൽ ഊതുക. 4 ഭാഗത്തു നിന്നും കാറ്റൂതണം. നമുക്ക് ഇങ്ങനെ കാറ്റിനോട് പ്രവചിച്ച് പറയുകയാണ്, 4 ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക? കടന്നു വരികയാണ്. യഹോവയുടെ ശ്വാസം കടന്നു വരണമെങ്കിൽ 4 ഭാഗത്തു നിന്നും കാറ്റടിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ 4 ഭാഗത്തു നിന്നും കടന്നു വരുന്നതായ കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ 4 ഭാഗം എന്ന് പറയുമ്പോൾ 4 ഡയറക്ഷനെയാണ് അത് കാണിക്കുന്നത്. തെക്ക് ഭാഗം, വടക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം, കിഴക്ക് ഭാഗം. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ പടിഞ്ഞാറൻ കാറ്റിനെ കുറിച്ച് അവിടെ പറയുവാൻ ഇടയായി തീർന്നു. പടിഞ്ഞാറൻ കാറ്റ്, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം
അതിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പടിഞ്ഞാറൻ കാറ്റിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് വായിക്കാമോ? ഫറവോൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ അവൻ മോശയോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്കെതിരായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ശക്തിയുള്ള പടിഞ്ഞാറൻ കാറ്റടിച്ച് വെട്ടുക്കിളികളെ, എന്താണ് ആ വെട്ടുക്കിളികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, വെട്ടുക്കിളികൾ എന്ന് പറയുന്നത് നമ്മുടെ നന്മയെ തിന്നു കളയുന്നതാണ് വെട്ടുക്കിളി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം സ്വരൂപിച്ച പല കാര്യങ്ങൾ നാം സമ്പാദിച്ചു കൂട്ടാം, അല്ലെങ്കിൽ നാം സ്വരുക്കൂട്ടി വെച്ച് നാം രക്ഷപ്പെടാം, ഇന്ന ഭാഗത്തൂടെ നാം രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് വളരെ ആത്മസംതൃപ്തിയിലായിരിക്കുമ്പോൾ ഈ വെട്ടുക്കിളിയുടെ അവസ്ഥകൾ വന്നിട്ട് നമ്മുടെ നന്മകൾ എത്രയോ പ്രാവശ്യം പ്രിയദേവമക്കളെ, എന്റെയൊക്കെ നന്മകൾ തിന്നു കളഞ്ഞിട്ടുണ്ട് പ്രിയദേവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രത്യേകത എന്താണ്? യഹോവ ശക്തിയുള്ള പടിഞ്ഞാറൻ കാറ്റിനെ അടിക്കുമ്പോൾ ഈ വെട്ടുക്കിളികളെ അവൻ തുളച്ചു മാറ്റുവാനിടയായിട്ട്. അതാണ് പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വെട്ടുക്കിളിയുടെ ഈ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം ഒരു പടിഞ്ഞാറൻ കാറ്റിനെ അയക്കും. ഹല്ലേലൂയ. അവൻ മഹാശക്തിയുള്ള ആ പടിഞ്ഞാറൻ കാറ്റിനെ അയച്ച് ദേശത്തിലെ വെട്ടുക്കിളികളെയൊക്കെ എന്ത് ചെയ്തു? അവനെ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇത് പടിഞ്ഞാറൻ കാറ്റിന്റെ അവസ്ഥ അതാണെങ്കിൽ എന്താണ് കിഴക്കൻ കാറ്റ് ചെയ്യുന്നത്? ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. മതി പ്രിയ ദൈവമക്കൾ, നിങ്ങളോട് നോക്കേ, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ വിഭാഗിച്ചു. ഹല്ലേലൂയ. കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകതയാണത്. പ്രിയ ദൈവമക്കളെ, അവർ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന്, പാപമായ മിസ്രയീമിന്റെ ഇരുമ്പൊലയിൽ നിന്ന് അവർ മുന്നോട്ട് കടന്നു വന്നപ്പോൾ അവർക്ക് മുമ്പിൽ നിൽക്കുക ചെങ്കടല്. മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളെ വിട്ട് നാം ഇറങ്ങി തിരിച്ച് പക്ഷെ മുന്നിലോട്ട് വരുമ്പോൾ എന്താണ്? തടസ്സങ്ങൾ, ചെങ്കടൽ സമാനമായ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അവർ ചെയ്തത്? ദൈവം അവർക്ക് വേണ്ടി മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. നിങ്ങളുടെ വിശ്വാസ ജീവിത യാത്രയിൽ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ പോലെ നിൽക്കുന്ന പ്രയാസങ്ങൾ കടന്നു വന്നാലും, നിങ്ങൾ പാപമാകുന്ന മിശ്രയം വിട്ട് മുന്നോട്ട് പോകുമ്പോൾ യഹോവ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റടിപ്പിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെ നിങ്ങളുടെ മുമ്പിൽ വിഭാഗിച്ചു തരുവാൻ ഇടയായിട്ടത്. ഒന്നാമത് എന്താണ് പടിഞ്ഞാറൻ കാറ്റ് ചെയ്തത്? നിങ്ങളുടെ ജീവിതത്തിലുള്ള വെട്ടിക്കിളികളെ നീക്കി അത് നിങ്ങളുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തുവാൻ ഇടയായിത്തീരും. 2, കിഴക്കൻ കാറ്റ് എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുള്ള തടസ്സങ്ങളാകുന്ന ഈ ചെങ്കടലിനെ രണ്ടായി ചെങ്കൽ പാത ഒഴുക്കി അക്കരെ കഴിവുള്ളതാണ് കിഴക്കൻ കാറ്റ് എന്ന് പറയുന്നത്. എന്താണ് തെക്കൻ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഉത്തമഗീതത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തെന്നിക്കാറ്റ് വരിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ തെന്നിക്കാറ്റിന്റെ പ്രത്യേകത എന്താണ്? താഴോട്ട് വായിക്കാം. മതി പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കണം. നാം 4:16 പ്രിയ ദൈവമക്കളെ, നാം ഇവിടെ ക്രിസ്തീയ ജീവിത യാത്ര ചെയ്യുമ്പോൾ നാം വളരെ മാതൃകയുള്ളവരായി കാണപ്പെടുന്നത്. നമ്മെ പലരും വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തെ മറ്റുള്ളവർ നോക്കുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് സുഗന്ധപൂരിതമായ ഒരു ജീവിതമായിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മളെ ദൈവം ആദ്യം ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. നാം മറ്റുള്ളവർക്ക് ഒരു ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടരുത്. നമ്മുടെ ജീവിതം കർത്താവിന് വളരെ പ്രസാദകരമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ഒരു തോട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ തോട്ടത്തിൽ വളരെ മനോഹരങ്ങളായ ഫലങ്ങൾ, വളരെ വളരെ മണമുള്ള ഫലങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം കുളിർമയുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ദുർഗന്ധമുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ ആ സ്ഥലം വിട്ട് എപ്പോഴും മാറിപ്പോകാൻ ഇടയായിത്തീരും. പക്ഷെ ഈ സുഗന്ധം അത് ശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആ സ്വഭാവം, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെ ശ്വസിക്കുന്ന നമ്മുടെ ദൈവം,
ആ ശ്വാസം ശ്വസിക്കുന്നത് കേട്ടിട്ട് അവൻ നമ്മുടെ തോട്ടത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ വിശിഷ്ട ഫലങ്ങൾ അവൻ ഭുജിക്കണം. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം വെറുതെ ചില നന്മകൾ അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ചെയ്യുക മാത്രമല്ല, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു മാതൃകയുള്ള ഒരു ജീവിതം, മറ്റുള്ളവർക്ക് അനുഗ്രഹപൂർണമായ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, യഹോവ ശക്തിയുള്ള പടികാരൻ കാറ്റടിപ്പിച്ച് എന്താണ് ചെയ്യുന്നത്? വെട്ടിക്കിളികളെ അവൻ നീക്കിക്കളയുന്നു. അവൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു. തെക്കൻ കാറ്റടിപ്പിച്ച്, തെക്കൻ കാറ്റ് എന്ന് പറയുന്നത് ഒരു ഉഷ്ണ കാറ്റാണത്. തെക്കൻ കാറ്റ് എന്ന് പറയുന്നത് ആ തെക്കൻ കാറ്റ് വരുമ്പോൾ നമ്മുടെ സൗരഭ്യമായ ജീവിതം ദൈവത്തിലേക്ക് എത്തുവാനിടയായിത്തീരും. ദൈവം അത് മറത്തിട്ട് നമ്മള് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വേട്ടയിറച്ചി കൊണ്ടുവരുന്ന ആ മാംസത്തിന്റെ സൗരഭ്യം കേട്ടിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആ സൗരഭ്യം കർത്താവ് ഭുജിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറത്തിട്ട് നമ്മളിലേക്ക് കടന്നു വന്നിട്ട് അവൻ നമ്മുടെ ഫലങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? ഭുജിക്കുവാൻ ഇടയായിത്തീരണം. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകകളായി കാണപ്പെടണം. പെന്തക്കോസ്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ചെയ്യണം. ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്ക് സുഗന്ധപൂർവ്വവും ദൈവസനത്തിൽ അത് സുഗ്രാഹ്യമായി എത്തുവാൻ ഇടയായിത്തീരും. ഇനി നാം നോക്കുകയാണെങ്കിൽ വടക്കൻ കാറ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വടക്കൻ കാറ്റ്. ഹല്ലേലൂയ. സദൃശവാക്യം 25-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സദൃശവാക്യം 25-ന്റെ 23-ലേക്ക് നാം കടന്നു വരുമ്പോൾ വടതിക്കാറ്റും മഴ കൊണ്ട് വരുന്നതാണ് വടതിക്കാറ്റ് എന്ന് പറയുന്നത്. പ്രിയദൈവമക്കളെ, നിങ്ങളുടെ വരണ്ട അവസ്ഥകളെ, വെള്ളമില്ലാതെ കിടക്കുന്ന അവസ്ഥകളെ എല്ലാം മാറ്റുവാൻ കഴിയുന്നതാണ് ഈ വടതിക്കാറ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഒരു 2-3 മാസത്തിന് മുന്നേയൊക്കെയുള്ള അല്ലെങ്കിൽ 1 മാസത്തിന് മുന്നേയൊക്കെയുള്ള നമ്മുടെ ഈ ചുറ്റുപാടുകളൊക്കെ എടുത്ത് നോക്കിയാൽ വെള്ളമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. വളരെ ചൂട്, എന്ത് ഉഷ്ണമായിരുന്നു. നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഞാൻ പ്രത്യേക ചെന്നൈയിലൊക്കെ ആയിരുന്ന സമയത്ത് ഫീൽഡ്സിലേക്ക് 50 ആയിരുന്നു. പ്രിയദൈവമക്കളെ, ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ആ ചൂട് എന്ന് പറയുന്നത്. പ്രിയദൈവങ്ങളെ, വടതിക്കാറ്റ് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ വരൾച്ചകളെ മാറ്റി മഴയെ കൊണ്ടുവരുന്നതാണ് ഈ വടതിക്കാറ്റ് എന്ന് പറയുന്നത്. സെഖരിയാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എന്ന് പറയുന്നത്, പിന്മഴയുടെ കാലത്ത് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. ഒന്ന് വായിച്ചാട്ടെ. സെഖരിയാവ് 10-ന്റെ 1. അതെ. മതി. അങ്ങനെയുള്ള വളരെ മനോഹരമായ ഒരു അനുഭവമാണ് എന്ന് പറയുന്നത് വടതിക്കാറ്റ് എന്ന് പറയുന്നത്. പ്രിയദൈവമക്കളെ, ഈ 4 കാറ്റും ചേർന്ന് അടിക്കുമ്പോഴാണ് യഹോവയുടെ ശ്വാസം എന്ത് ചെയ്യുന്നത്? ആ ജീവനില്ലാത്ത ആ അനുഭവത്തിലേക്ക്, ആ ജീവനില്ലാത്ത അസ്ഥി കുടിയിരിക്കുന്നതായിട്ടുള്ള ആ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവർ ജീവൻ പ്രാപിക്കുവാനിടയായിട്ടുണ്ട്. എസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് അവിടെ വായിക്കുന്നത്? 37-14. നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ എന്റെ ആത്മാവിന്റെ നിങ്ങളിലേക്ക്. അപ്പൊ യഹോവയുടെ ശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ്. യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ 4 കാറ്റുകളും ചുറ്റിയടിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ആ നിഹതന്മാരിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. പ്രകാരമുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ഈ 4 കാറ്റിനോടും ഹല്ലേലൂയ, ഈ 4 കാറ്റ് സംയുക്തമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടയായിത്തീരും. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഒരിക്കലും എന്റെ മുഖം നിങ്ങൾക്ക് മറക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, നമുക്ക് യഹോവയുടെ ആത്മാവ് ആവശ്യമാണ്. നാം ജീവിച്ചിരിക്കേണ്ടതിന്, നാം വളർന്ന് മഹാസൈന്യമായി തീരേണ്ടതിന് യഹോവയുടെ പരിശുദ്ധാത്മാവ് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. പ്രിയദൈവമക്കളെ, എന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തൃത്വത്തിൽ ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമക്കളെ 3 ദൈവങ്ങളല്ല, 3 പേഴ്സണാലിറ്റിയിലാണ്. 3 ഡിവിനിറ്റി അല്ല, 1 ഡിവിനിറ്റി 3 പേഴ്സണാലിറ്റി. അതിലെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ
ശക്തീകരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യവും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യവും നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ദൈവമക്കളെ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഈ പുറമേയുള്ള മനുഷ്യനല്ല, അകമേ വേറൊരു മനുഷ്യനുണ്ട്. ഈ പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, രാത്രി ഡിന്നർ കഴിക്കണം. അതുപോലെ നമ്മുടെ അകമയുള്ള പരിശുദ്ധാത്മാവിനെ നാൾക്ക് നാൾ നാം എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ട് നാം ജീവിക്കുന്നവരായി കാണപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതാണ്. ഉയർപ്പിക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഇനി അധികം താമസിക്കാതെ വെളിപ്പെടാനുള്ള എല്ലാ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഉയർപ്പിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ നമുക്ക് ഉയർപ്പിക്കപ്പെടാൻ കഴിയത്തില്ല. കർത്താവുതൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളനാദത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് അവനെ അനുഗമിപ്പാൻ നമുക്ക് എടുക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായേ മതിയാകും. ഒരു പക്ഷേ നമ്മുടെ മരണമായിരിക്കാം, ഒരു പക്ഷേ നാം ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. എങ്ങനെയായിരുന്നാലും ഏത് രീതിയിലെ പ്രിയ ദൈവമക്കളെ നമുക്ക് കർത്താവിന്റെ വരവിൽ നാം എടുത്തുകൊണ്ടേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാണ്. ഈ ലോകത്തിൽ കേവലം ഒരു അനുഗ്രഹങ്ങളോ എന്തെങ്കിലും ലഭിക്കാനുള്ള പ്രിയ ദൈവമക്കളെ നാം ക്രിസ്തീയ ജീവിത യാത്ര ചെയ്യുന്നത് നമുക്കൊരു എത്തിച്ചേരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയ ദൈവമക്കൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറങ്ങി ഒരു ജയകരമായ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ജീവിതം ചെയ്യുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം